അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണിത്. ആണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഹൈലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ TV വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പാനൽ എന്ന് പറഞ്ഞാൽ ഇത് പ്ലൈവുഡിൽ നമ്മൾ ടെക്സ്ചർ ഫിനിഷ് ലാമിനേറ്റ്സ് ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. തന്നെ ഇതിൻ്റെ സെറ്റപ്പ് ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് മിറർ ടൈപ്പ് ഗ്ലാസ് കൊടുത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇതൊരു ഡാർക്ക് ഷെയ്ഡ് ടീക്വുഡിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് വരുന്നത്. അപ്പോൾ തന്നെ ഇതിൽ നമുക്ക് ക്രോക്കറി നമ്മൾ ഇതിൽ തന്നെയാണ് വരുന്നത്. ഒരു ഗ്രേ ടോണിൽ ബ്ലാക്ക് കളർ പ്രൊഫൈലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഗ്ലാസ് ചെയ്ത് നമ്മൾ ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുള്ളത്. തട്ടുകളൊക്കെ ഗ്ലാസ് 12mm ഗ്ലാസ് ഇട്ടിട്ട് അതിൽ നമ്മൾ ബ്ലാക്ക് കളർ പ്രൊഫൈലിലാണ് നമ്മൾ ഈ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ ലിവിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഡൈനിങ്ങും ഇതുപോലെ തന്നെ സീലിംഗ് കൊടുത്തിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ WPCയുടെ ലൂവേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളർ തീം തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെളിച്ചുണ്ടായിരിക്കും. ഇത് നമുക്ക് മെറ്റലിൽ CNC ചെയ്തിട്ടുള്ളതാണ്. ഇത് 3mm മെറ്റൽ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ഡിസൈനിൽ CNC വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഹാൻഡ് റെയിലാണ് ഇതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ജസ്റ്റ് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റലിൽ CNC ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മെമ്മൻ്റോ കാര്യങ്ങൾ അത് നമുക്ക് കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വെച്ചിരുന്നു. ഇപ്പോൾ അധികം ആൾക്കാർ വെക്കുന്നില്ല. എന്നാലും നമ്മുടെ കുട്ടികളൊന്ന് പ്രൊമോഷണൽ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷെൽഫ് വെച്ചിട്ടുള്ളത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വാഷ് ബേസിന് വന്നിട്ടുള്ളത്. ഡൈനിങ് അതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ഏരിയ കുറച്ച് നീക്കി വെച്ച് നമ്മൾ. ഇത് നമ്മുടെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബാവിൻ്റെയോ ആണ്. നമ്മൾ മഹാഗണി വുഡിൽ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് സാധാരണ കുഷ്യനും കാര്യങ്ങളൊക്കെ ഇടും. പക്ഷേ അതങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ പൊടിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ആകെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് AC യൂസ് ചെയ്യുമ്പോൾ അത് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ സിമ്പിളായിട്ട് നമ്മൾ വുഡിൽ തന്നെ മഹാഗണിയിൽ ബാവിൻ്റെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കാം. അതുപോലെ സീലിംഗ് ആണ് പിന്നെ ഇത്തിരി ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ സീലിംഗ് പ്ലസ് WPCയുടെ ലൂവേഴ്സ് പിന്നെ പ്രൊഫൈൽ ലൈറ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സാറ്റിൻ ഫിനിഷാണ് ഇതിൽ ഈ ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ടോപ്പ് യൂണിറ്റ് സാറ്റിൻ ഫിനിഷും അടിയിൽ നമ്മൾ ലൂവേഴ്സ് ആയിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതും സാറ്റിൻ ഫിനിഷാണ്. ഇപ്പോഴത്തെ ഒരു ഡബിൾ ടോൺ ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ എല്ലാവരും ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ നമ്മളൊരു ചെറിയൊരു ബാർ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചെയറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഹാങ് ചെയ്യാവുന്ന ഹുക്കുകളും അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോറേജ് ഈ ഭാഗത്ത് നമ്മളൊരു വലിയൊരു ഏരിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്.